കഞ്ഞി ഉപയോഗിക്കുമ്പോൾ അരി തന്നെ ഉപയോഗിക്കേണ്ടതില്ല. നമുക്ക് ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കാം. വരകൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വരക് ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ ഗ്ലൈസമിക് ലോഡും ഗ്ലൈസമിക് ഇൻഡെക്സും അരിനെയും ഗോതമ്പത്തിനും അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൂടാതെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ ദഹിക്കുകയുള്ളൂ, ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൂടാതെ വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ വളരെയധികം ഈ ചെറുധാന്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് വരക് ഒക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണ്. വരക് ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് തവിട് കളയാത്ത വരക് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. വരക് ഉപയോഗിക്കാൻ മറ്റൊന്ന് 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം വരക് നമ്മൾ പാകപ്പെടുത്തുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ചീരകം, ഈ നാളികേരപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ, പിന്നെ അരി, ഗോതമ്പ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് വരക്, അതുകൂടാതെ നെയ്യ്, വെളിച്ചെണ്ണ, ഉള്ളി, ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് നമുക്ക് ദിവസം 1 നേരമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ്. 1 or 2 നേരം കുടിക്കാം. അതുപോലെ തന്നെ 7 ദിവസം മുതൽ 14 ദിവസമോ 1 മാസമോ 1 നേരമെങ്കിലും ഈ കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്.